നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ ഇന്നൊവേഷൻ 2024 ശാസ്ത്ര ഗണിത സാമൂഹിക പ്രവൃത്തി പരിചയ IT മേള സംഘടിപ്പിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് PM രജനി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് അർഹമായ ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ട് ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പൂച്ചുണ്ണിപ്പാടത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. നിരവധി കേസുകളിലെ പ്രതിയും മയക്കുമരുന്ന് വിൽപ്പനക്കാരനുമായ യുവാവിനെ ചേർപ്പ് എക്സൈസ് സംഘം പിടികൂടി. കാർഷിക വികസന ക്ഷേമ വകുപ്പ് ഊർജിത പച്ചക്കറി വികസന പദ്ധതി 2024-25 നേതൃത്വത്തിൽ പാറളം കൃഷിഭവനിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പോഷക കിറ്റുകളുടെ വിതരണം നടന്നു. വാർത്തകൾ വിശദമായി. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ ഇന്നൊവേഷൻ 2024 ശാസ്ത്ര ഗണിത സാമൂഹിക പ്രവൃത്തി പരിചയ IT മേള സംഘടിപ്പിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് PM രജനി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ 1650 പരം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കാളിയായി. വിദ്യാലയത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളെ സബ് ജില്ലാ മത്സരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കും. ഡെപ്യൂട്ടി HM NP സജി, PR പ്രസാദ്, MN സുനന്ദ, KV ബിന്ദു, MK പ്രസാദ്, KR രഞ്ജൻ, ഹൃദ്യ K, P ബിന്ദു എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ CNN ബോയ്സ് ഹൈസ്കൂളിൽ ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടക്കുകയാണ്. ഏകദേശം 1700ഓളം കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ എല്ലാ കുട്ടികളുടെയും പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം ഈ മേളയിലുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിലെ രക്ഷിതാക്കൾ നല്ലൊരു സഹകരണം, അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളുടെ സഹകരണം നമുക്കുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരായാലും അതിനുവേണ്ടി നന്നായി കുട്ടികളെ തയ്യാറാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ് ഇന്ന് കാണുന്ന ഈ എക്സിബിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് മികച്ച കുട്ടികളെയാണ് നമ്മൾ സബ് ജില്ലാ തലത്തിൽ പങ്കെടുപ്പിക്കാറുള്ളത്. മുൻ വർഷങ്ങളിൽ നമ്മൾ സബ് ജില്ലാ തലത്തിലും നല്ലൊരു വിജയം എല്ലാ മേഖലയിലും നമുക്കുണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾക്ക് അർഹമായ ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ട് ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പൂച്ചുണ്ണിപ്പാടത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയൻ സെക്രട്ടറി PG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 3-ാം തീയതി ജില്ലാ ലേബർ ഓഫീസർ നടത്താനിരിക്കുന്ന അനുരഞ്ജന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ സംയുക്ത സമരസമിതി നിശ്ചയിച്ചിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് സമരം മാറ്റിവെച്ചതായി അറിയിച്ചു. KM അക്ബർ അധ്യക്ഷനായിരുന്നു. നിരവധി കേസുകളിലെ പ്രതിയും മയക്കുമരുന്ന് വിൽപ്പനക്കാരനുമായ യുവാവിനെ ചേർപ്പ് എക്സൈസ് സംഘം പിടികൂടി. കിഴപ്പള്ളിക്കര, പെരിങ്ങോട്ടുകര ഭാഗങ്ങളിൽ നിരവധി കേസുകളിലെ പ്രതിയും മയക്കുമരുന്ന് വിൽപ്പനക്കാരനുമായ ബ്രാവോ എന്ന 22 വയസ്സുള്ള അനന്തകൃഷ്ണനെയാണ് മയക്കുമരുന്നുമായി ചേർപ്പ് എക്സൈസ് പിടികൂടിയത്. ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ K അശ്വിൻകുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TS സുരേഷ് കുമാർ, VR ജോർജ്, പ്രിവന്റിംഗ് ഓഫീസർമാരായ സന്തോഷ് ബാബു, സിജോമോൻ, ഡ്രൈവർ ഷൈജു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാർഷിക വികസന ക്ഷേമ വകുപ്പ് ഊർജിത പച്ചക്കറി വികസന പദ്ധതി 2024-25 നേതൃത്വത്തിൽ പാറളം കൃഷിഭവനിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പോഷക കിറ്റുകളുടെ വിതരണം നടന്നു. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പോഷക സമൃദ്ധി മിഷൻ്റെ പോഷക കിറ്റാണ് ഇന്നിവിടെ വിതരണം നടക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ 70 വീടുകൾക്കാണ് നമ്മളിപ്പോൾ ഈ പോഷക കിറ്റ് വിതരണം ചെയ്യുന്നത്. നമ്മൾക്ക് കൃഷി ഓഫീസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പച്ചക്കറി തൈകളും അതുപോലെ തന്നെ
ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ കൊടുത്തു വിടൽ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ പറഞ്ഞേക്കുന്നത് നമ്മുടെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടിയിട്ടാണ്. അപ്പോൾ ഇത് ഇവർ കൃഷി ഓഫീസറും അടക്കമുള്ള ആളുകൾ വന്നിട്ട് അത് എത്തരത്തിൽ അത് അതിൻ്റെ വളർച്ചയും അതേപോലെ വിളവെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നോക്കും. ഇതോടൊപ്പം ഈ കിറ്റിനോടൊപ്പം തന്നെ വളവും അതുപോലെ തന്നെ കീടനാശിനി അങ്ങനെ അതടക്കമാണ് നമ്മൾ ഓരോ കുടുംബത്തിനും കൊടുക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു അധ്യക്ഷത വഹിച്ചു. പോഷകത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നതിനായുള്ള ഒരു കിറ്റിൻ്റെ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പോഷകാഹാരങ്ങളടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാനും അതിൻ്റെ ഒരു ബോധവൽക്കരണം, പോഷക ചെടികളെ നമ്മൾ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ ആ ഒരു ബോധവൽക്കരണം കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ പോഷകത്തോട്ടത്തിൻ്റെ ഇത് വിതരണം ഇവിടെ നടക്കുന്നത്. ഓരോ വീട്ടിലും പോഷകസമൃദ്ധമായ പച്ചക്കറി തൈകളും ഇലക്കറികളും അതോടൊപ്പം അവ പരിപാലിക്കുന്നതിന് കുമ്മായം, വളം, കീടനാശിനി എന്നിവ അടങ്ങുന്ന 800 രൂപ വിലമതിക്കുന്ന കിറ്റുകളാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, കെ പ്രമോദ്, വിദ്യാനന്ദൻ, കൃഷി ഓഫീസർ ഡിറ്റി മരിയ ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഊരകം ALP സ്കൂളിൽ ജാൻസി റാണി ബുൾബുളിന്റെ ആഭിമുഖ്യത്തിൽ ബുൾബുൾ ചിഹ്നദാന ചടങ്ങ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയംപുറം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷയായി. പ്രധാന അധ്യാപിക ഗിൽസ ആന്റണി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബുൾബുൾ ഗ്രൂപ്പ് ഫ്ലോക്ക് ലീഡർ പ്രീത ടീച്ചർ ബുൾബുൾ വിദ്യാർത്ഥികൾക്കുള്ള ചിഹ്നദാന ചടങ്ങും പ്രതിജ്ഞാവാചകവും ചൊല്ലിക്കൊടുത്തു. BJP ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായയുടെ ജന്മദിനം ആഘോഷിച്ചു. കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി സുനിൽ CS പുഷ്പാർച്ചന ചെയ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് കൊന്നക്കൻ, ചേർപ്പേരിയ പ്രസിഡന്റ് C വിജയൻ മേനോൻ, അഡ്വക്കേറ്റ് ഷീല പ്രസന്നകുമാർ, മുരളി ശില്പി തുടങ്ങി നിരവധി പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. കയ്പമംഗലത്ത് റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. 3 പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെന്ന് പോലീസ്. ഒരു കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ 4 പേരുമാണ് പിടിയിലായിരിക്കുന്നത്. മുഖ്യപ്രതിയായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. കോയമ്പത്തൂർ സ്വദേശിയായ 40-കാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ചു കൊന്ന ശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത്. കേസിൽ 11 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുഖ്യപ്രതി ഉൾപ്പെടെയുള്ളവർ വൈകാതെ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സഹകരണ JR ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ ടേബിളിന്റെ പുറത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവും, സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന റിപ്പോർട്ട് ഉണ്ടാവും. ഇതാ ഇങ്ങനൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് പിണറായി വിജയൻ വായിക്കേണ്ട റിപ്പോർട്ടാണ്. ഇനി പിണറായി വിജയന് ഇതുപോലെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കാനുള്ള ആ നിലയിലുള്ള ശേഷിയില്ല എങ്കിൽ, അങ്ങനെ ശേഷിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും സഹചാരിയായ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഞാൻ ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്താൽ ഇയാൾ അതിൽ ഒപ്പിട്ട് നൽകും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ശിവശങ്കറായിരുന്നു. ഇപ്പോൾ ആള് ജയിലിലാണ്. ഇനി പിണറായി വിജയൻ നേരിട്ട് വായിച്ചില്ലെങ്കിൽ ഇത് വായിക്കാനുള്ള ആളാണ് P ശശി. അപ്പൊ ഒന്നുകിൽ പിണറായി വിജയൻ ഇത് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ P ശശി അടക്കമുള്ള CPM നേതാക്കന്മാർ ഇത് അറിഞ്ഞിട്ടുണ്ട്. കുറിച്ച് പിണറായി വിജയൻ ആലോചിക്കുകയാണ്. എന്തുമാത്രം നെറുകേടാണത്! ഇതാണ് ഓരോ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാന്ദർഭികമായി ഈ സർക്കാരിന്റെ സമീപകാല പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മറുഭാഗത്ത് BJP ഉണ്ടല്ലോ. BJPക്കാരെന്താ ഇത്രയും കാലം അവകാശപ്പെട്ട് ഞങ്ങൾ ഹിന്ദുമത സംരക്ഷകരാണ് അല്ലെ? ആചാര സംരക്ഷണ കാര്യത്തിൽ കടുകിട വിട്ടുവീഴ്ചയില്ല. ഞാൻ ചോദിക്കട്ടെ, BJPക്കാരെ നാണമുണ്ടോ നിങ്ങൾക്ക്? ജില്ലാ പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു.
സഹകരണ മേഖലയിലെ ഭേദഗതികൾ ഈ മേഖലയെ തകർക്കുകയും സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ലാഭകരവും സുരക്ഷിതവുമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ റിസർവുകൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് മാറ്റുക വഴി സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. കൃത്യനിഷ്ഠതയോടെ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകി വരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ സുരക്ഷിതത്വമാണ് സർക്കാർ തീരുമാനത്തിലൂടെ തകരാൻ പോകുന്നത്. നിക്ഷേപങ്ങളുടെ ഗ്യാരണ്ടി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രീമിയം വർധനവ്, റെക്കറിംഗ് പ്രീമിയം എന്നിവ ഏർപ്പെടുത്തി നിക്ഷേപ ഗ്യാരണ്ടി സ്കീം ശക്തിപ്പെടുത്തുന്നതിനു പകരം മെച്ചപ്പെട്ട സംഘങ്ങളുടെ റിസർവുകൾ സർക്കാർ നിയന്ത്രണത്തിലേക്ക് മാറ്റുന്നത് നീതിപൂർവമല്ല. പുതിയ നീതി രൂപീകരിക്കുകയാണെന്ന സഹകാരികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും തെറ്റിദ്ധാരണ പരത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. നിലവിൽ കേരള ബാങ്കിൽ സംഘങ്ങളുടെ പേരിൽ സ്വരൂപിച്ചിട്ടുള്ള ഈ പണം സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഇതുവരെ ഒരു സഹായവും സർക്കാരിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കാതെയാണ് ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, ജീവനക്കാരുടെ പ്രൊമോഷൻ, അപ്പെക്സ് സ്ഥാപനങ്ങളിലേക്കുള്ള റിസർവേഷൻ എന്നിവയിൽ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും കവർന്നെടുക്കുന്ന സമീപനമാണ് നിലവിൽ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിക്ഷേപ കളക്ഷൻകാരുടെ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പെക്സ് സ്ഥാപനങ്ങളുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് പ്രത്യേക സർവീസ് റൂൾ അനുവദിച്ചുകൊണ്ട് സഹകരണ ജീവനക്കാരെ ഒന്നടങ്കം വഞ്ചിക്കുകയാണ് സർക്കാർ. പ്രൊമോഷൻ ചെയ്തിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കുകയില്ല. സംസ്ഥാന തലത്തിൽ രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ആദ്യഘട്ട സമരം പൂർത്തിയായി. തെറ്റായ തീരുമാനങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഒക്ടോബർ മുതൽ റിലേ സമരമാർഗവുമായി സംഘടന മുന്നോട്ടു പോകുമെന്ന് ധർണ സമരത്തിൽ വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു പ്രഖ്യാപിച്ചു. സെക്രട്ടറി PR പ്രമോദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് COJ സഹകരണ ജനാധിപത്യ ജില്ലാ ചെയർമാൻ MK അബ്ദുൽ സലാം, KPCC സെക്രട്ടറി P പ്രസാദ്, ഗിരീഷ് തോപ്പിൽ തുടങ്ങിയ നേതാക്കളും സംസാരിച്ചു. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. വേലുപ്പാടം കിണർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ 51 വയസ്സുള്ള സക്കീറിനാണ് പരിക്കേറ്റത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. വേലുപ്പാടം കിണർ സ്വദേശി വെണ്ണൂറാൻ വീട്ടിൽ 51 വയസ്സുള്ള സക്കീറിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10:30 സംഭവം. പാലപ്പിള്ളി ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുലിക്കണ്ണിയിൽ വെച്ചാണ് കാട്ടുപന്നി ബൈക്കിൽ വന്നിടിച്ചത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സക്കീറിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചാലക്കുടി മാള കാരൂരിൽ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. കാരൂരിലെ റോയൽ ബേക്കറിയുടെ ഡ്രെയിനേജ് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളികളാണ് മരണപ്പെട്ടത്. കാരൂർ സ്വദേശി 52 വയസ്സുള്ള സുനിൽകുമാർ, വരദനാട് സ്വദേശി 45 വയസ്സുള്ള ജിതേഷ് എന്നിവരാണ് മരണപ്പെട്ടത്. ടാങ്കിലിറങ്ങിയ 2 പേരെയും ചലനമറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആദ്യം സുനിൽകുമാറാണ് ഡ്രൈനേജിലിറങ്ങിയത്. സുനിൽകുമാറിന് ശ്വാസം കിട്ടാതെ വന്നതോടെ രക്ഷിക്കാനിറങ്ങിയതാണ് ജിതേഷും അപകടത്തിൽപ്പെട്ടത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി മൃതദേഹങ്ങൾ പുറത്തെടുത്തു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. മാൻഹോൾ മാത്രമുള്ള ടാങ്കിനുള്ളിൽ ഓക്സിജൻ ഇല്ലാതിരുന്നതാണ് മരണത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7060 രൂപ, പവന് 56,480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ ഇന്നൊവേഷൻ 2024 ശാസ്ത്ര, ഗണിത, സാമൂഹിക പ്രവൃത്തി പരിചയ IT മേള സംഘടിപ്പിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് PM രജനി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് അർഹമായ ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ട് ഓട്ടുകമ്പനി തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പൂച്ചുണ്ണിപ്പാടത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. നിരവധി കേസുകളിലെ പ്രതിയും മയക്കുമരുന്ന് വിൽപ്പനക്കാരനുമായി യുവാവിനെ ചേർപ്പ് എക്സൈസ് സംഘം പിടികൂടി.
കാർഷിക വികസന ക്ഷേമ വകുപ്പ് ഊർജിത പച്ചക്കറി വികസന പദ്ധതി 2024-25 നേതൃത്വത്തിൽ പാറളം കൃഷിഭവനിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പോഷക കിറ്റുകളുടെ വിതരണം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.